മറ്റു തീർത്ഥാടനങ്ങളിൽ നിന്നും പല കാര്യങ്ങളിലും വ്യത്യസ്തമാണ് ശബരിമല തീർത്ഥാടനം. ഒരു ഗുരുവിനെ വരിച്ച് ആ ഗുരുവിൽ നിന്നും ഇഷ്ടദേവന്റെ മുദ്ര സ്വീകരിച്ച് ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വ്രതം ദീക്ഷിച്ച് ഗുരുവിനോടൊപ്പം നടത്തുന്ന തീർത്ഥാടനമാണ് ശബരിമല തീർത്ഥാടനം. ഏതു തീർത്ഥാടനത്തിൻ്റെയും ഉദ്ദേശം പൂർണ്ണമാകുന്നത് ആ തീർത്ഥാടനത്തിന് മുമ്പും തീർത്ഥാടന കാലത്തും തീർത്ഥാടകൻ കൈക്കൊള്ളുന്ന വ്രതത്തിൻ്റെ വിശുദ്ധിയിലാണ്. വ്രതശുദ്ധിയില്ലാത്ത തീർത്ഥാടനം ഭഗവത്ഗീതയുടെ ഭാഷയിലുള്ള മിഥ്യാചാരമാണ്. മനുഷ്യൻ പരമാർത്ഥികളായി ഈശ്വരൻ തന്നെയാണെന്ന് വൈദിക മതം. അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ വേദവാക്യങ്ങൾ ഉദ്ഘോഷിക്കുന്ന സത്യമിതാണ്. ഇത് സാക്ഷാത്കരിക്കുവാനുള്ള ആചാരമാണ് തീർത്ഥാടനം. അപ്പോൾ തീർത്ഥാടനത്തിനുള്ള വ്രതങ്ങൾ അതനുസരിച്ചായിരിക്കണം. ശബരിമലയിൽ 18-ാം പടി കയറിയാൽ തത്വമസി എന്ന അനുഭവം വേദ്യമാകണമെങ്കിൽ അതിന് അർഹത നമ്മൾ വ്രതശുദ്ധിയിലൂടെ നേടിയിരിക്കണം. മനുഷ്യൻ എന്ന വ്യക്തി അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നീ പഞ്ചകോശങ്ങളുടെ ആകത്തുകയാണ്. ഈ കോശങ്ങളുടെ ശുദ്ധീകരണമാണ് വ്രതത്തിൻ്റെ ലക്ഷ്യം. പഞ്ചകോശങ്ങളിൽ ഏറ്റവും സ്ഥൂലമായ അന്നമയ കോശത്തിൽ നിന്ന് ശുദ്ധീകരണം തുടങ്ങണം. ഓരോ കോശത്തിൻ്റെയും ശുദ്ധീകരണം തൊട്ടടുത്ത കോശത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. അന്നമയ കോശത്തിൻ്റെയും പ്രാണമയ കോശത്തിൻ്റെയും മനോമയ കോശത്തിൻ്റെയും നിലനിൽപ്പും പ്രവർത്തനവും സ്വഭാവവും ആഹാരത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. അതുകൊണ്ടാണ് സാത്വികാഹാരം വ്രതത്തിൻ്റെ പ്രധാന ഭാഗമായിരിക്കുന്നത്. ആയുസ്, ഉത്സാഹം, ബലം, ആരോഗ്യം, സംതൃപ്തി മുതലായവ നൽകുന്ന ഹൃദ്യമായ ആഹാരത്തെയാണ് സാത്വികം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ശുദ്ധിക്ക് മാത്രമല്ല, പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നിവയടങ്ങുന്ന പ്രാണമയകോശത്തിൻ്റെ ശുദ്ധിക്കും പ്രഗതിക്കും സാത്വിക ഭക്ഷണം സ്വീകരിക്കേണ്ടതാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സൂക്ഷ്മരൂപം മനസ്സിനെ സ്വാധീനിക്കുന്നു. അതിനാൽ മാനസികത, തപസ്സിന് വിഘ്നം വരാതിരിക്കുവാനും സാത്വികാഹാരം തന്നെയാണ് അവലംബം.